UDFന് പ്രത്യേകിച്ച് കോൺഗ്രസിന് ഏറ്റവും പ്രതീക്ഷയുള്ളതും എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തമ്മിൽ തല്ല് കാരണം കാലുവാരി നശിപ്പിച്ചതുമായ കോർപ്പറേഷനാണ് കൊച്ചി കോർപ്പറേഷൻ. കേരളത്തിലാകെയുള്ള 6 കോർപ്പറേഷനുകളിൽ കണ്ണൂർ എന്ന സുധാകരൻ്റെ തട്ടകമൊഴികെ ബാക്കി 5ഉം ഇടതുമുന്നണിയുടെ കയ്യിൽ കൊടുത്തത് കോൺഗ്രസിൻ്റെ ഈ നാഥനില്ല കളരിയിലെ പോരാട്ടം കൊണ്ട് മാത്രമായിരുന്നു. എന്നാൽ ഇത്തവണ അത് പറ്റില്ല എന്ന് KPCC മാത്രമല്ല AICC തന്നെ ഉറപ്പിച്ച് തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ചുമതല നൽകി ഓരോ കോർപ്പറേഷനും പിടിച്ചെടുക്കാൻ എന്ത് വില കൊടുത്തും പിടിച്ചെടുക്കണമെന്ന നിർദ്ദേശവും നൽകി. പൂർണ്ണമായും ആ നേതാക്കളുടെ നിയന്ത്രണത്തിൽ എന്ന് മാത്രമല്ല, ജയപരാജയങ്ങളുടെ ഉത്തരവാദിത്വവും ആ നേതാക്കളിൽ നിക്ഷിപ്തമായിരിക്കും. അതുകൊണ്ട് ഇത് നേതാക്കളുടെ ഒരു അഭിമാന പോരാട്ടമായി മാറിയിരിക്കുന്നു. അതുപ്രകാരം കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ കണ്ണൂരിൽ ഒരാശങ്കയും വേണ്ടെന്നും അത് തനിക്ക് വിട്ടോളൂ എന്നും സുധാകരൻ ഉറപ്പ് നൽകി കഴിഞ്ഞു. ഒപ്പം തന്നെ പിടിച്ചെടുക്കാൻ പ്രയാസമാണെന്ന് അറിഞ്ഞിട്ടും തിരുവനന്തപുരം കോർപ്പറേഷനിൽ മിന്നൽ നീക്കമാണ് K മുരളീധരൻ നടത്തിയിരിക്കുന്നത്. നിലവിൽ BJPക്കും പിറകിലായി 3ാം സ്ഥാനത്ത് നിൽക്കുന്ന കോൺഗ്രസിനെ ശക്തമായ ത്രികോണ മത്സരത്തിലൂടെ ഒരു ഭരണത്തിൽ തന്നെ എത്തിക്കാനുള്ള കിടിലൻ നീക്കമാണ് തിരുവനന്തപുരത്ത് മുരളീധരൻ നടത്തിയിരിക്കുന്നത്. മുൻ MLA കൂടിയായ KS ശബരിനാഥനെ മേയർ സ്ഥാനാർത്ഥിയാക്കുകയും ഒറ്റയടിക്ക് 48 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്ത മുരളീധരൻ്റെ നീക്കം ഭരണത്തിലേക്കുള്ളൊരു നീക്കമായിട്ടാണ് കേരളം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വിലയിരുത്തിയിരിക്കുന്നത്. ഈ 2 കോർപ്പറേഷനുകളാണ് ആദ്യം തന്നെ സംസ്ഥാനമൊട്ടാകെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് തയ്യാറാകുന്ന കോൺഗ്രസിന് ഇതുവരെ വലിയ ആവേശം നൽകിയിരിക്കുന്നത്. എന്നാൽ സുധാകരനും മുരളീധരനും നൽകിയ ഈ ആവേശത്തിനൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനും ശക്തി തെളിയിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഈ പറഞ്ഞ കണ്ണൂരിനും തിരുവനന്തപുരത്തിനും ഒപ്പം അതിനേക്കാളും ഈസിയായി കോൺഗ്രസ് പിടിച്ചെടുക്കാൻ പോകുന്ന കോർപ്പറേഷൻ കൊച്ചിയായിരിക്കുമെന്നാണ് VD സതീശൻ പറഞ്ഞിരിക്കുന്നത്. അത് സതീശൻ്റെ അഭിമാന പോരാട്ടമാണ് കൊച്ചിയിലേത്. പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനത്തിരുന്ന് ഇനി മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള ദൂരം കുറഞ്ഞു വരുന്ന ഈ സാഹചര്യത്തിൽ അത് ഉറപ്പിക്കാൻ കഴിയണമെങ്കിൽ തൻ്റെ അഭിമാന പോരാട്ടമായ സ്വന്തം കൊച്ചിയെ UDFൻ്റെ കയ്യിലേൽപ്പിക്കണം. തമ്മിൽ തല്ലുകൊണ്ട് ഏകദേശം 10ലധികം സീറ്റുകൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കളഞ്ഞു കുളിച്ചപ്പോൾ വെറും 3 സീറ്റിൻ്റെ വ്യത്യാസത്തിലാണ് കോർപ്പറേഷൻ കൈവിട്ടു പോയത്. ആകെയുള്ള 74 സീറ്റുകളിൽ 34 സീറ്റുകൾ LDFനും 31 സീറ്റുകൾ UDFനുമാണ് ഇപ്പോൾ ഉള്ളത്. BJPയുടെ 5 സീറ്റുകളും വേറെയുണ്ട്. അന്ന് UDFൻ്റെ മേയർ സ്ഥാനാർത്ഥിയായിരുന്ന N വേണുഗോപാൽ വെറും ഒറ്റ വോട്ടിനാണ് തോറ്റത്. അങ്ങനെ 20ഉം 30ഉം വോട്ടിന് തോറ്റവർ വേറെയുമുണ്ട്. എന്നാൽ ഒരു അസ്വാരസ്യവുമില്ലാതെ നിലനിൽപ്പിൻ്റെ പോരാട്ടത്തിനായി VD സതീശൻ്റെ നേതൃത്വത്തിൽ ഒന്നിച്ചു നിന്ന് പോരാടുമ്പോൾ 3ൽ 2 ഭൂരിപക്ഷം വരെ കൊച്ചിയിൽ പ്രതീക്ഷിക്കാമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. മാത്രമല്ല, കൊച്ചിയിലെ റോഡുകളിൽ കൂടി പോയവർ ആരും ഈ LDFന് വോട്ട് നൽകില്ല എന്നും കോൺഗ്രസ് വ്യക്തമാക്കുന്നു. മറ്റൊന്ന്, ഈ സർക്കാരും ഭരണസമിതിയും ഒക്കെ വന്നതിന് ശേഷം കൊച്ചി എന്ന് പറയുന്നത് ഒരു മയക്കുമരുന്നിൻ്റെ കേന്ദ്രമായി മാറി എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുകയാണ്. അങ്ങനെ നിത്യജീവിതം തന്നെ താറുമാറായി കഴിഞ്ഞ് എന്നുറപ്പിക്കുന്ന കൊച്ചിക്കാർ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുകയാണ്. അതിനെല്ലാം അപ്പുറത്ത് ഭരണവിരുദ്ധ വികാരം അത് കേരളം മൊത്തം ആഞ്ഞടിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും അനുകൂലമായി നിൽക്കുന്നതോടെ സതീശനും സംഘത്തിനും കാര്യങ്ങൾ എളുപ്പമായി. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിലെല്ലാം ഒരു നാഥനുണ്ടായിരുന്നില്ല എന്നുള്ളത് തോന്നിയ പോലെ നടക്കാനും അത് പരാജയത്തിലേക്കും UDFനെ കൊണ്ടുപോയി. ഇത്തവണ കൊച്ചി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് സതീശൻ നിയന്ത്രിക്കും, ഭരണം കയ്യിൽ വെച്ച് തരും. സ്ത്രീ സംവരണമാണ് അവിടെ. അതുകൊണ്ട് മേയർമാർക്കായി തല്ല് കുറയുകയും ചെയ്യും. എങ്കിലും KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ്, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മിനിമോൾ ജോയ്, അതുപോലെ മാലിനി കുറുപ്പ് എന്നിവരുടെ പേരുകളാണ് ഇപ്പോൾ സജീവമായി പരിഗണനയിൽ ഉള്ളത്. 3 പേരും നിലവിൽ കൗൺസിലർമാരാണ്. ഏതായാലും മറ്റുള്ള നേതാക്കളുടെ ഇടയിൽ നെറ്റിപ്പട്ടം കെട്ടിയ ഒരൊറ്റക്കൊമ്പനായി തലയുയർത്തി നിൽക്കാൻ VD സതീശന് കൊച്ചി കോർപ്പറേഷൻ പിടിക്കണമെന്നത് നിർബന്ധമാണ്. അത് തീരുമാനിച്ചുറപ്പിച്ച ഒന്ന് തന്നെയാണ്.